പുകവലിക്കുന്നവരെ എനിക്കിഷ്ടമില്ല. ഐ ഡോണ്ട് ലൈക്ക് പീപ്പിൾ ഹൂ സ്മോക്സ് എന്നാണോ സ്മോക്ക് എന്നാണോ? സ്മോക്സ് ആണോ സ്മോക്കാണോ? അതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ കണ്ടുപിടിക്കുക. യെസ്, ഇതിലേതാണ് സ്മോക്ക് എന്ന് പറയുക. കാരണം എന്താ, ഞാൻ പറഞ്ഞുതരാം. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല, ഇവിടെ എന്തുകൊണ്ട് ഹൂ വന്നു എന്നതാണ്. ഇപ്പോൾ ഐ ഡോണ്ട് ലൈക്ക് പീപ്പിൾ ഹൂ സ്മോക്ക് എന്നാൽ എനിക്ക് പുകവലിക്കുന്നവരെ ഇഷ്ടമില്ല. ഐ ഡോണ്ട് ലൈക്ക് പീപ്പിൾ ഹൂ ലൈ എന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് നുണ പറയുന്നവരെ ഇഷ്ടമില്ല. ഐ ഡോണ്ട് ലൈക്ക് പീപ്പിൾ ഹൂ ടോക്ക് ടു മച്ച്, എനിക്ക് കുറേ സംസാരിക്കുന്നവരെ ഇഷ്ടമില്ല. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഹൂ വന്നു എന്നാണ് എൻ്റെ ചോദ്യം. അത് റിലേറ്റീവ് പ്രൊണൗൺ എന്നൊക്കെ പറയും, ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ ഐ ഡോണ്ട് ലൈക്ക് പീപ്പിൾ ഹൂ സ്മോക്ക് എന്നാൽ പുകവലിക്കുന്ന, അങ്ങനെ സംഭവമല്ല, പുകവലിക്കുന്ന, നുണ പറയുന്ന, കൂടുതൽ സംസാരിക്കുന്ന, ആ സമയത്താണ് നമ്മൾ ഈ ഇതിൻ്റെ സെൻറ്ററിൽ ഹൂ വെക്കുക. സാധാരണ നമ്മൾ ആദ്യമാണ് ഹൂ വെക്കുക, പക്ഷേ ഇവിടെ ഹൂന് ആര് എന്ന അർത്ഥമല്ല. ഓക്കെ, പുകവലിക്കുന്ന അങ്ങനെയൊക്കെ ഒരു അർത്ഥമാണ്. ഓക്കെ, ഞാൻ കൂടുതൽ എക്സാമ്പിൾസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ജർമ്മൻ അറിയുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയോ? ഡു യു നോ എനി വൺ ഹൂ സ്പീക്സ് ജർമ്മൻ? അങ്ങനെ ചോദിക്കും, ജർമ്മൻ അറിയുന്ന. ഓക്കെ, അപ്പോൾ ഞാൻ പറയാണ്, എനിക്ക് ജർമ്മൻ അറിയുന്ന ഒരാളറിയാം. ഐ നോ എ പേഴ്സൺ ഹൂ സ്പീക്സ് ജർമ്മൻ. കണ്ടോ? അപ്പോൾ ജർമ്മൻ അറിയുന്ന അങ്ങനെ ഒരു സൗണ്ടാണ് ഇതിന് വരുന്നത്. ഇനി നമ്മൾ പറയാണ്, ഇപ്പോൾ അയാളാണ് എന്നെ സഹായിച്ചത്, അങ്ങനെ പറയാം, ഹീസ് ദ പേഴ്സൺ ഹൂ ഹെൽപ്പ് മീ, അങ്ങനെ പറയാം. ഹീസ് ദ പേഴ്സൺ എന്നെ സഹായിച്ച. കണ്ടോ? അതേപോലെ തന്നെ അയാളാണ്, ഇപ്പോൾ എന്നെ കാണുമ്പോൾ നിങ്ങൾ പറയാം, അയാൾ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത്. ഹീസ് ദ പേഴ്സൺ ഹൂ ടോട്ട് മീ ഇംഗ്ലീഷ്. കണ്ടോ? ഇംഗ്ലീഷ് പഠിപ്പിച്ച. ക്ലിയർ? അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാണ്. ഇപ്പോൾ ഇദ്ദേഹമാണ് ഇന്നലെ ഇവിടെ വന്നത്, അതെങ്ങനെയാണ് പറയാമെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കോമൻറ്റ് ചെയ്യുക. അതിൽ ഹൂ വരും. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയോ? കാരണം ഇതൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് പറയാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ നമ്മൾ നമ്മുടെ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓൺലൈൻ കോഴ്സാണ്. നിങ്ങൾ ഫ്രീ സമയത്ത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഒരു ദിവസം 40 മിനിറ്റ് മാത്രം, വളരെ ചെറിയ ഫീ. റിസൾട്ട് ഇല്ലെങ്കിൽ റീഫണ്ട് പോളിസി ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്തോ. റിസൾട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ റീഫണ്ട് പോളിസിയും തരുന്നുണ്ട്. അപ്പോൾ പുതിയ ബാച്ച് 2 ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.